ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷെൽഫ് ഓർഗനൈസറാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഈ ഓർഗനൈസർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് കവറുകളാണ്. അതായത് നിങ്ങൾ ഉപയോഗിച്ച സോപ്പിൻ്റെ കവറാകാം, അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ കവറാകാം. അങ്ങനെയുള്ള കുറച്ച് കവേഴ്സാണ് ആദ്യം തന്നെ നമുക്ക് വേണ്ടത്. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കവറിൻ്റെ സൈഡിലുള്ള നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പാർട്ടില്ലേ, അത് മൊത്തം കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ബോക്സ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള നീളമുള്ള ഒരു ബോക്സ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലെ ഓപ്പണിംഗ് അല്ല കട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ മേൽഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഈ ബോക്സസ് എല്ലാം നല്ലൊരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നോർമൽ ക്രാഫ്റ്റ് പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈനർ പേപ്പറോ അങ്ങനെ എന്ത് വേണേലും വെച്ച് കവർ ചെയ്യാവുന്നതാണ്. ഓരോ ബോക്സസും ഇതുപോലെ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുക. എല്ലാ ബോക്സസും പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്ക്വയർ ബോക്സാണ് ഞാൻ ഇതിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ബോക്സസ് കവർ ചെയ്ത പോലെ തന്നെ ബേസും കവർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു പിങ്ക് ഷെയ്ഡിലുള്ള ക്രാഫ്റ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ബോക്സസ് കവർ ചെയ്ത പോലെ തന്നെ ബേസും നന്നായിട്ട് പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്ത് കഴിഞ്ഞു. ഗം വെച്ച് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് നിങ്ങൾ പ്ലേസ് ചെയ്ത് നോക്കുക ഏതൊക്കെ ബോക്സസ് ഏതൊക്കെ പൊസിഷനിൽ വെക്കണമെന്നുള്ളത്. ഇനി ചെയ്യേണ്ടത് ഓരോ ബോക്സസും ഗം ഉപയോഗിച്ചിട്ട് ബേസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആദ്യത്തെ ബോക്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഓരോ ബോക്സസും ഈ ബേസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഷെൽഫ് ഓർഗനൈസറിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇനി ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോം ഷീറ്റ്സ്, അതായത് ഗിൽറ്റർ ഫോം ഷീറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആക്കാവുന്നതാണ്. ഈ ഫോം ഷീറ്റിൽ നിന്ന് ചെറിയൊരു സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ബോക്സിൻ്റെ എൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ള് ഡിസൈൻ ചെയ്തതിന് ശേഷമുള്ളൊരു ലുക്കാണിത്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ്.
നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനും വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഷെൽഫൊന്നും അധികം മെസ്സപ്പും ആവത്തില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്